അനന്തൻ ക്രിയേഷൻസിന്റെ ബാനറിൽ എ.വി. രഞ്ജിത്ത് നിർമ്മിച്ച് മാധ്യമപ്രവർത്തകനായ ജിതേഷ് ശ്രീരംഗം രചനയും സംവിധാനവും നിർവഹിച്ച ട്രൂത്ത് എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം കായംകുളത്ത് നടന്നു. എസ്.വി. സിനിമാസ് തിയേറ്ററിൽ A.M. ആരിഫ് എം.പി പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചു. അനന്തൻ ക്രിയേഷൻസിന്റെ ബാനറിൽ എ.വി. രഞ്ജിത്ത് നിർമ്മിച്ച് ജിതേഷ് ശ്രീരംഗം രചനയും സംവിധാനവും നിർവഹിച്ച ട്രൂത്ത് എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം കായംകുളത്ത് നടന്നു. എസ്.വി. സിനിമാസ് തിയേറ്ററിൽ നടന്ന പ്രദർശനം അഡ്വക്കേറ്റ് A.M. ആരിഫ് എം.പി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമൊക്കെയായ ശ്രീ രഞ്ജിത്ത് അദ്ദേഹം നിർമ്മിച്ച ദ ട്രൂത്ത്, ജിതേഷ് സംവിധാനം ചെയ്ത ദി ട്രൂത്ത്, അത് ഒരു മനുഷ്യൻ്റെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും അയാളുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ എങ്ങനെയാണ് അയാളെ വേട്ടയാടപ്പെടുന്നത്, പിന്തുടരുന്നത് എന്ന ഭാവചലനങ്ങളിലൂടെ ആവിഷ്കരിച്ച ഒരു ഹ്രസ്വ ചിത്രമാണ് ദ ട്രൂത്ത്. ഇതിൽ സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആവിഷ്കാരമാണ് നാം കണ്ടത്. ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ യൗവനത്തിലുമൊക്കെ അദ്ദേഹത്തെ ആസ്വദിപ്പിച്ച അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച പലതും, അതിനേക്കാൾ കൂടുതൽ വേദനിപ്പിച്ച പലതും വാർദ്ധക്യത്തിൽ അദ്ദേഹം വീണ്ടെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ. അത് പലപ്പോഴും അദ്ദേഹത്തെ ചിലതെല്ലാം വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയപ്പെടുത്തുന്നതിൻ്റെ ഒരു ആവിഷ്കാരമാണ് രഞ്ജിത്ത് എന്ന നമ്മുടെ രാജീവ് അല്ലേ, നടൻ രാജീവ് ആവിഷ്കരിച്ചത്. വളരെ 10-13 മിനിറ്റ് മാത്രമുള്ള ഒരു ഹ്രസ്വ ചിത്രത്തിൽ ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു കണ്ണാടിയാണ് നമ്മുടെ മുമ്പാകെ തുറന്നു പിടിച്ചത്. കണ്ണാടിയുമായുള്ള ബന്ധം വിവിധ സന്ദർഭങ്ങളിൽ കണ്ണാടിയുടെ അതിൻ്റെ പ്രതലങ്ങളെ ആസ്പദമാക്കിയാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. കൂടുതൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ ജിതേഷിന് പ്രചോദനം നൽകുന്നതാണ് ഇതിൻ്റെ ആവിഷ്കാരം. അതിന് പിന്തുണ നൽകിയ രഞ്ജിത്തിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ബാലതാരത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യ കഥാപാത്രം ചെയ്ത ശ്രീ രാജീവിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സീരിയൽ നടൻ രാജീവ് കെ ശിവദാസ്, വിനോദ് ദാസ്, ഷാരി ശാരംഗ്, മാസ്റ്റർ അനന്തനാരായണൻ എന്നിവർ അണിനിരുന്ന ചലച്ചിത്രത്തിന്റെ എഡിറ്റിംഗ് അക്ഷാദ് കണ്ണനും ഛായാഗ്രഹണം ബിജു വിശ്വനാഥുമാണ് നിർവഹിച്ചത്. ഹ്രസ്വചിത്രത്തിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ട്രൂത്ത് എന്ന ഈ ഒരു ഷോർട്ട് ഫിലിം എടുക്കുവാൻ തയ്യാറായത്. വർത്തമാനകാല സാഹചര്യത്തിലെ മനുഷ്യൻ്റെ അവസ്ഥയെ, തികച്ചും ഒരു സാമൂഹ്യ ജീവിയായി നിൽക്കുമ്പോഴും തികഞ്ഞ ഒറ്റപ്പെടലുകൾ എല്ലാ മനുഷ്യരിലും അവശേഷിക്കുന്നു. തൻ്റെ സുഹൃത്തായി തൻ്റെ എല്ലാ കൃത്യമായ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് കണ്ണാടി മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തുന്നത്, ഞാൻ കരയുമ്പോൾ നീ ചിരിക്കാറില്ലല്ലോ എന്ന ഒരു വരി എഴുതിക്കൊണ്ട് മാത്രമാണ്. ഇതിൽ സംഭാഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ചിത്രീകരണം ഏറ്റവും കൂടുതൽ. അതിൽ ഏറ്റവും ഭംഗിയായി ഇതിൻ്റെ സംവിധാനം ചെയ്ത ജിതേഷ് വളരെ കാലമായി മലയാള സാഹിത്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യ ജീവിതത്തെക്കുറിച്ചെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സംഭാഷണങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ വർത്തമാനങ്ങൾക്കല്ല പ്രാധാന്യം എന്നുള്ള ഒരു സന്ദേശം, വർത്തമാനങ്ങളില്ലാതെ സംഭാഷണങ്ങളില്ലാതെ തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത അവിടെയാണ്. ഇത് ഞങ്ങൾ സവിനയം സമർപ്പിക്കുകയാണ്, വിജയിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ. വർത്തമാനകാല സാമൂഹ്യ ജീവിതം അവനവനിലേക്ക് ചുരുങ്ങുമ്പോൾ സ്വത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ബിംബമായി കണ്ണാടി മാറുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം.
യൗവനത്തിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ കണ്ണാടിയിലൂടെ തന്നെ തിരിച്ചറിയുന്നു എന്നതാണ് പ്രമേയത്തിൽ എടുത്തു പറയുന്നത്. CD നെറ്റ് ന്യൂസ്, കായംകുളം.